കുടുംബം വിവാഹത്തിന് ഈ ബന്ധത്തിന് എതിർപ്പ് അറിയിച്ചതോടുകൂടി തന്നെയാണ് കേരളത്തിൽ മാത്രമായിരിക്കും എനിക്ക് സുരക്ഷ ഉണ്ടാവുക എന്ന രീതിയിൽ മൊണാലിസ ഭോസ്ലെ ചിന്തിച്ചത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. മറ്റ് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും തനിക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകാം എന്ന് തോന്നിയതുകൊണ്ടാണ് കേരളത്തിലേക്ക് വന്നത്. കല്യാണം അല്ലെങ്കിൽ വിവാഹം ഇന്ന് തന്നെ നടത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് എല്ലാ പിന്തുണയും അവിടുത്തെ പൗരസമൂഹം നൽകി എന്നുള്ളതാണ്. അതിലിപ്പോൾ CPM കൂടി ഇടപെടുന്നു. CPM കൂടി അതിന് എല്ലാ പിന്തുണയുമായി അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് കേരള സ്റ്റോർ 3 ആയത്. ഈ എല്ലാ വേസ്റ്റുകളും കൂടി വന്ന് ഈ കേരളത്തിൽ വന്ന് അടിയണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിപ്പോൾ കേരള സ്റ്റോറി 2 ഇതൊക്കെ പോലെ തന്നെ ആയില്ലേ? ഇതൊക്കെ തന്നെയല്ലേ അവരും പറഞ്ഞത്, ഇവിടെ ലവ് ജിഹാദ് നടക്കണമെന്നൊക്കെ. ഇതിപ്പോൾ നമ്മൾ തന്നെ മോണാലിസാനെ പോലൊരു സംഭവത്തിന് കുംഭമേളയിൽ പ്രശസ്തിയായ പുള്ളിക്കാരിയാണ്. അതിനെ വെച്ചിട്ട് നമ്മൾ തന്നെ ഇതിപ്പോൾ തീരുമാനിച്ചു, നമ്മൾ തന്നെ തെളിയിച്ചു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അതിനൊക്കെ അതിൻ്റെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ പോരെ? ഈ ചങ്ങായിനി ഈ പെണ്ണിനെയും കൊണ്ട് വല്ല ആട് മേയ്ക്കാൻ പോയാൽ, അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഈ കേരളത്തിലുള്ളവന്മാർക്ക് എല്ലാം അല്ല ചീത്തപ്പേര്. ഇതിനൊക്കെ സ്വന്തം നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവിടുത്തെ പോലീസുകാരോ അവിടുത്തെ വീട്ടുകാരോ എന്തെങ്കിലുമൊക്കെ ആവൂലേ? അവൻ്റെ വാപ്പ കളിക്കാനും ആ പെണ്ണിൻ്റെ അച്ഛനായിട്ട് കളിക്കാനൊക്കെ ഇവന്മാർക്ക് പോകേണ്ട കാര്യമുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ ഭ്രാന്താന്നുള്ളതാണ്. ഇനി ഈ ജീവിതകാലം മൊത്തം ഇവരെ നോക്കും. ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിന് മൊത്തത്തിലുള്ള ചീത്തപ്പേരാവില്ലേ? അല്ലെങ്കിൽ തന്നെ ആൾക്കാർക്കൊരു തോന്നലുണ്ട് കേരളം ലവ് ജിഹാദ് നടക്കുന്നൊരു സ്ഥലമാണ്. ആൾക്കാർ സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിച്ചിട്ടൊക്കെ പോകുന്നതാണ്, അല്ലാണ്ട് ആരും ലവ് ജിഹാദ് ഒന്നും നടത്തി കൊണ്ടുപോകണമെന്നല്ല. പക്ഷേ നാട്ടിലൊരു പേരുണ്ട്, അതായത് ആണുങ്ങൾ പെണ്ണുങ്ങളെ വളച്ചുകൊണ്ട് പോകുന്നു, ലവ് ജിഹാദ്. നേരെ മറിച്ച് പെൺകുട്ടികൾ ഏതെങ്കിലും ഹിന്ദു ചെക്കന്മാരുടെയോ ക്രിസ്ത്യൻ ചെക്കന്മാരുടെ പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പ്രശ്നം ഉണ്ടാക്കും, അത് അവർക്ക് പറ്റില്ല. പക്ഷേ നമ്മുടെ മതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് ആണുങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല, അതായത് ആണുങ്ങൾ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ കുറേ ചീത്തപ്പേര് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അവൻ്റെ ഒക്കെ ഉമ്മയുടെ മൊണാലിസേനെ കെട്ടിച്ചു കൊടുത്തതാണ്. എന്തിൻ്റെ ഭ്രാന്താലി ആൾക്കാർക്കൊക്കെ. അവരവരുടെ വഴിക്ക് വിട്ടൂടെ? എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നമ്മളിനി കണ്ടിന്യൂസ് ഇവരുടെ ചുമതല ഏറ്റെടുക്കണം. അതിനോട് ആൾക്കാരുണ്ടോ? ഇന്നത്തെ ദിവസത്തെ ആഘോഷം, നാളെ അടുത്തത് വരും, അതിൻ്റെ പുറകെ പോകും. തീരുമാനമാണ്.